കരുത്തൻ. ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂറോപ്യൻ അമേരിക്കൻ വിദ്യാർത്ഥിയുടെ സീറ്റിൽ കറുത്തു തടിച്ച ഒരു മനുഷ്യൻ വന്നിരുന്നു. ഒരു ആഫ്രിക്കൻ വംശജൻ തൻ്റെ സീറ്റിൽ തൊട്ടുരുമിയിരിക്കുന്നത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ തൻ്റെ നീരസം പ്രകടമാക്കിക്കൊണ്ട് അടുത്തിരിക്കുന്ന മനുഷ്യനെ തള്ളി നീക്കാൻ ശ്രമിച്ചു. അയാളൊന്നും പ്രതികരിക്കാതെ ഒതുങ്ങിക്കൂടിയിരുന്നു. പക്ഷേ ആ കൗമാരക്കാരൻ വീണ്ടും അസഹ്യത പ്രകടിപ്പിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന തടിച്ച മനുഷ്യനെ കുറെ കൂടി തള്ളി നീക്കാൻ ശ്രമിച്ചു. അപ്പോഴും യാതൊന്നും പ്രതികരിക്കാതെ അദ്ദേഹം കുറെ കൂടി ഒതുങ്ങിച്ചേർന്നിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ തടിച്ച മനുഷ്യന് ഇറങ്ങാനുള്ള സ്ഥലമായി. ബസ്സിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ നിന്നും തൻ്റെ ബിസിനസ് കാർഡ് എടുത്ത് വിദ്യാർത്ഥിക്ക് നൽകി. അതിനുശേഷം ഒന്ന് ചിരിച്ചുകൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. തൻ്റെ കയ്യിലിരിക്കുന്ന ബിസിനസ് കാർഡിലേക്ക് അലസഭാവത്തിൽ നോക്കിയ കൗമാരക്കാരൻ ഞെട്ടിപ്പോയി. അതിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് ഇപ്രകാരമായിരുന്നു: ജോ ലൂയിസ്, ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ. 1937 മുതൽ 49 വരെ തുടർച്ചയായി ലോക ബോക്സിംഗ് ചാമ്പ്യൻ പട്ടം നേടിയ ജോ ലൂയിസിന് വേണമെങ്കിൽ തന്നെ തള്ളി നീക്കാൻ ശ്രമിക്കുന്ന കൗമാരക്കാരനെ തിരിച്ചു തള്ളാമായിരുന്നു. തൻ്റെ കരുത്തേറിയ മസിലിൻ്റെ ശക്തി പല വിധത്തിലും പ്രകടിപ്പിച്ച് ആ ബാലനോട് പ്രതികാരം ചെയ്യാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒന്നും ചെയ്തില്ല. എന്നാൽ കഴിവില്ലാത്തത് കൊണ്ടല്ല തിരിച്ചടിക്കാത്തതെന്ന് മനസ്സിലാക്കാനായി താൻ ലോകത്തിലെ ഏറ്റവും കരുത്തനായ ഗുസ്തിക്കാരനാണെന്ന് മനസ്സിലാക്കും വിധം തൻ്റെ അഡ്രസ് കാർഡ് നൽകുക മാത്രം ചെയ്തു. ലോയൂയിസിന് തൻ്റെ ശരീരത്തേക്കാൾ കൂടുതൽ കരുത്ത് മനസ്സിനുണ്ടായിരുന്നു. തിരിച്ചടിക്കാൻ ബലവും ന്യായവും ഉണ്ടായിരിക്കുമ്പോഴും തിരിച്ചടിക്കാതിരിക്കണമെങ്കിൽ അതിന് ആന്തരിക ബലമുണ്ടാകണം. മനസ്സിന് ശക്തിയില്ലാത്തവർ എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. 2 വാക്ക് തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് സ്വസ്ഥതയില്ല. കാണുന്നതിനോടും കേൾക്കുന്നതിനോടും എപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതം ദുരിതപൂർണമാകും. പല കുടുംബങ്ങളും സമൂഹവും നരകതുല്യമായി തീരുന്നത് ഇത്തരം സ്വഭാവമുള്ള വ്യക്തികൾ ഉള്ളതുകൊണ്ടാണ്. എത്ര നന്നാക്കിയാലും പിന്നെയും ആളുകളിൽ കുറവുകളുണ്ടാകും. എത്ര ശരിയാക്കിയാലും പിന്നെയും സമൂഹത്തിൽ ശരികേടുകളുണ്ടാകും. അതിനാൽ ക്ഷമാപൂർവം പലതിനെയും സ്വീകരിക്കാൻ നാം പഠിക്കേണ്ടതുണ്ട്. എല്ലാം ശരിയാക്കുവാനും എല്ലാവരെയും മര്യാദ പഠിപ്പിക്കുവാനും പോകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെയാണ് നശിച്ചു പോകുന്നത്. അതുകൊണ്ട് സ്വയത്തിലേക്ക് നോക്കുവാനും ആന്തരിക ശക്തി ഉയർത്തുന്നതിനും നമുക്ക് ശ്രമിക്കാം. ശുഭദിനം. നന്ദി. നമസ്കാരം.